എന്നാ നീ ക്ലാസ്സിലൊന്നും പോവാറില്ല, നിന്നെ എപ്പോഴും ഇവിടെ തന്നെയല്ല. എന്താ, നിനക്കെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്തടാ മോനു? ആ, അത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞാമിൻ തന്നെ കണ്ടിട്ടുണ്ടായി. അപ്പോൾ അവനെന്നോട് പറയാ, അവരെ മോളെ നീ എന്തോ, എനിക്കറിയില്ല അവരെ മോളെ, പക്ഷെ നീ എന്തോ അവരെ മോളെ എന്തോ പറഞ്ഞെന്നോ എന്തോ പറയുന്നത് കേട്ടു. എന്താടാ പ്രശ്നം? അതില്ലേടാ ടോമി, എനിക്ക് ആ കുഞ്ഞാമിത്താന്റെ മോള എനിക്ക് ഭയങ്കര ഇഷ്ട. ആഹാ, നീ ആള് കൊള്ളാലോടാ. ആ പറ, ആ പെണ്ണെങ്ങനെ, കൊള്ളാമോ? എടാ ടോമി, പറയാതിരിക്കാൻ വയ്യടാ. നമ്മുടെ ഈ ചുറ്റുപാടുള്ള പരിസരമുണ്ടല്ലോ, അവിടെ വെച്ചിട്ടൊരു ഭൂലോകരമ്പ. അവളെ കണ്ടാലാർക്കും ഇഷ്ടപ്പെടും, പക്ഷേ ഞാനാർക്കും വിട്ടുകൊടുക്കില്ല അവളെ. ആഹാ, എന്നാ കാണണോലോ ആ രമ്പയെ. വെറുതെ ഇവനോട് പറഞ്ഞു, ഇവൻ അടിച്ചു മാറ്റി കൊണ്ടുപോവോ എന്റെ റാണിയെ? എഡിട്ടോമി, ഞാൻ ചുമ്മാ പറഞ്ഞതാ, അവൾ അത്ര മൊഞ്ചൊന്നുമില്ല. ഇവനെ പറ്റിച്ചാലോ? എന്റെ ടോമി, അവള് വരാൻ സമയമായി. അവളെ ആ നടത്തവും ആ നോട്ടവും കണ്ടാൽ എന്റെ പൊന്നു ടോമി സഹിക്കില്ല. ആ, ഇപ്പൊ അവള് വരും, അവളെ ആന്റിയുടെ കുട്ടിയൊന്നിച്ചിട്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ദാ, അത് അവള് വരുന്നുണ്ട്. എവിടെ? നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. എടാ മോനു, നീ പറഞ്ഞത് ശരി തന്നെ, അവളെന്തൊരു മുഞ്ച്. അയ്യോ, ഇനി ഇവൻ അടിച്ചു മാറ്റി പോവോ? എനിക്ക് വല്ലാതെ പേടിയാവുന്നല്ലോ. മോനു, ഇതാരാണ്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇയാളെ. ഓ, അപ്പൊ ഇവളെ കണ്ടും അവനിൽ തന്നെ. അയ്യോ, അതെന്റെ കൂട്ടുകാരനാ ടോം. ആഹാ, ആള് കൊള്ളാലോ, നല്ല പേര്. ഇവനോടെല്ലാം വെറുതെ പറഞ്ഞു, ഇവനെ നേരത്തെ പറഞ്ഞ വിടാമായിരുന്നു. അയ്യോ, ഹായ്, ഞാൻ ടോം. എന്താ പേര്? ഞാൻ കിട്ടു, ഇത് സൽമാൻ. ആഹാ, നല്ല പേര്. ആരുടെ? ആ, അത് രണ്ടുപേരുടെ. അമ്മാവൻ മുമ്പ് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഇതുപോലെ വീഴ്ചയിലാണ് അമ്മായി അമ്മാവനെ കെട്ടിയതെന്ന്. അതുപോലെ ആവുമോ ഇത്? ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അത് ഞാൻ കാനഡയിലായിരുന്നു. അവന്റെ ഒരു പൊങ്ങച്ചം. എന്നാ പിന്നെ ഞാൻ ഇവനെ സ്കൂളിലാക്കിട്ട് വരാം. ഓക്കെ ഓക്കെ, വേഗം വരണേ. പേരറിയാത്തൊരു പെൺകിടാവെ, നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പ് കതിരിൻ്റെ നിറമാണ്, പേടിച്ച പേടമാൻമിഴിയാണ് നീ. കൈയിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയിലലങ്കാരമൊന്നുമില്ല. മോനു, എൻ്റെ പാട്ടെങ്ങനെ? ഓ, നിനക്ക് അങ്ങനെ തോന്നി? എനിക്കൊന്നുമില്ല, ഞാൻ വെറുതെ പാടിയതാ. അല്ലെങ്കിൽ അവൾക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കാം. എന്നോടും പറയും നിനക്ക് പാട്ടറിയോന്ന്. അപ്പൊ ഞാൻ പറയും എനിക്ക് പാട്ടൊന്നും അറിയില്ല. ആഹാ ടോമി, നിന്റെ പാട്ട് കൊള്ളാം കേട്ടോ, ഞാൻ കേട്ടു. എനിക്ക് പാട്ട് പാടുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമേ വിചാരിച്ചു.
എന്നാ നമുക്ക് പോയാലോ? എവിടെ? അതൊക്കെ പറയാം, വരൂ. ആഹാ, വരൂ വരൂ. ടോമേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടായി. അതുപോലെ നിന്റെ പാട്ടും എനിക്കൊരുപാട് ഇഷ്ടായി. എൻ്റെ മനസ്സിലും ഇത് തന്നെയായിരുന്നു. ഞാൻ മനസ്സിൽ കാണുമ്പോഴേക്കും കിട്ടു മാനത്ത് കണ്ടു. അല്ലേ കിട്ടു? അതെ അതെ. മോനു, എന്നാ നമുക്ക് പിന്നെ കാണാം. എന്റെ ചതിയ മാനസമയിലേ വരൂ, മധുരം നുള്ളി തരൂ. അമ്മാവൻ മുമ്പ് പറയുന്നത് ശരിയാ. മണ്ണും ചാടി നിന്നയാൾ പെണ്ണും കൊണ്ട് പോയെന്ന്.